കോട്ടൺസിൻ്റെ കൂടെ ഷിഫോൺസ്. ഇപ്പോൾ കോട്ടൺ സൽവാർ സെറ്റ്സിനകത്ത് നമുക്ക് ഷിഫോൺ ദുപ്പട്ടയായിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബത്തീക്ക് ലുക്കിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ കാണാം. നല്ല ഭംഗിയുള്ള കളേഴ്സാണ്, എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 കളേഴ്സിൻ്റെ അകത്ത് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇറ്റ്സ് ഷിഫോൺ ഭയങ്കര ഒരു സോഫ്റ്റ് ഫീലാണ്, നമുക്ക് തൊടാൻ തന്നെ സുഖമുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഭയങ്കര കംഫർട്ടബിളാണ്. എപ്പോഴും ഷിഫോൺ ദുപ്പട്ടാസ് നമുക്ക് സ്പെഷ്യലി ആക്ച്വലി നമുക്കിപ്പോൾ സൽവാർ സെറ്റ്സ് ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് റെഗുലർ വെയറിനായിട്ടൊക്കെ വരുന്ന സൽവാർ സെറ്റ്സ് ചോദിക്കുമ്പോഴത്തേക്ക് ഷിഫോൺ ദുപ്പട്ടാസ് സ്പെസിഫിക്കലി ചോദിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ദാറ്റ് മസ്റ്റ് ബി എ പോപ്പുലർ ഐറ്റം ഫോർ എവറി വൺ. സോ ദാറ്റ് മസ്റ്റ് ബി എ വെരി പോപ്പുലർ ഐറ്റം ബിക്കോസ് ഓഫ് ദി കംഫർട്ട്. ആൻഡ് അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ലുക്കാണ് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. സെയിം മെറ്റീരിയലാണ് കേട്ടോ. ടോപ്പും ബോട്ടവും സെയിം ക്വാളിറ്റിയിൽ തന്നെ വന്നിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൻ്റെ അകത്ത് വരുന്നതാണ്. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് ലുക്ക്. നല്ലൊരു ബ്രൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. ആൻഡ് വൺ മോർ ലുക്ക് ആ ഒരു ബത്തീക്ക് സ്റ്റൈലിൽ വരുന്നുണ്ട് നമുക്ക്. സെയിം ലുക്ക് ആൻഡ് ഡിഫറെൻറ്റ് ഷെയ്ഡിൻ്റെ അകത്ത് നല്ലൊരു ഗ്രീൻ ടോൺ. ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു പ്രത്യേകതരം ഗ്രീനാണ്. ഒരു മെഹന്തിയുടെയും ആർമിയുടെയൊക്കെ ഇൻ ബിറ്റ്വീനായിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. ദിസ് ഇസ് ദി ലുക്ക്. നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. ആക്ച്വലി ഡസൻ റിക്വയർ, ഇത് ആക്ച്വലി കേംബ്രി കോട്ടൺ ആണ് 60x. അപ്പോൾ നമുക്ക് ഇതിനകത്ത് യു വിൽ നോട്ട് നീഡ് ലൈനിങ് ആക്ച്വലി ഇൻ ദിസ് വൺ. സോ ദിസ് ഇസ് ദി ഹോൾ ലുക്ക്. ആൻഡ് ഇതാണ് എൻ്റെ ബോട്ടത്തിൻ്റെ ലുക്ക് വരുന്നത്. നമുക്ക് മാക്സി ഡ്രസ്സസ് പോലെ പെയർ ചെയ്ത് ചെയ്യണം എന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് ദെൻ ഫൈനലി വി ഹാവ് എ ഡിസ്ചാർജ് പ്രിൻറ്റഡ് ലുക്കാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് ബോർഡറും വരുന്നുണ്ട് കേട്ടോ നമുക്ക്. എന്നിട്ട് ഇതാണ് അതിൻ്റെ ബോട്ടം. ഇതൊരു വേർട്ടിക്കൽ പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു പ്രിൻ്റ്. അപ്പം നമുക്കിതിൻ്റെ അകത്ത് ബോട്ടം സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നീറ്റായിട്ടുള്ള ഫ്രണ്ട് പാനലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഷോർട്ട് ടോപ്സിൻ്റെ കൂടെയും നല്ലതായിരിക്കും. ആൻഡ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ട അഗൈൻ ഷിഫോൺ തന്നെയാണ്. ദിസ് ഈസ് എ വെരി പ്രിറ്റി കളർ കോമ്പിനേഷൻ. ഐ ലവ് ദ കളർ ആക്ച്വലി. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നല്ല രസമുള്ളൊരു കളർ കോമ്പിനേഷൻസ് അതാണ് വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ലാസ്റ്റ് ലുക്ക്. ഇതെല്ലാം റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആക്കിയിരിക്കുന്ന വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ സെറ്റ്സ് ആണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 1599 റേഞ്ചിൽ വന്നിരിക്കുന്ന മൽ കോട്ടൺ സെറ്റ്, മല്ലല്ല കേംബ്രി കോട്ടൻ്റെ അകത്ത് വന്നിരിക്കുന്ന സെറ്റ്സ് ആണ് കേട്ടോ. കുറച്ചും കൂടി തിക്കറാണ്. മല്ലിനെ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര സോഫ്റ്റാണ്. സോഫ്റ്റ്നെസ്സിൻ്റെ മാത്രമല്ല, എൻ്റെ വീവിങ് കുറച്ചും കൂടെ ലൈറ്ററാണ്. അപ്പോൾ കുറച്ചും കൂടി 60x60 എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടെ ഒരു ലൈറ്റ് ഡാർക്ക് ഹെവിയർ ആയിട്ട് വന്നിരിക്കുന്ന വീവിങ് പാറ്റേണിൽ വന്നിരിക്കുന്ന കളക്ഷനാണ്. ചെക്ക് ഇറ്റ് ഔട്ട്. പ്യുർ കോട്ടൺസ്. ഒരു ടെക്സ്ചർ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ, ഒരു ക്രഷ്ഡിൻ്റെ ടെക്സ്ചർ ആക്ച്വലി ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത്. ടിഷ്യൂവിൻ്റെ അകത്ത് വന്നിട്ടുള്ള ഒരു ലുക്കാണ്. ആൻഡ് അതിൻ്റെ അകത്ത് ടിഷ്യൂവിൻ്റെ കൂടെ തന്നെ ആ ഒരു ബേസ് കളർ ഒരു ഡബിൾ ഷെയ്ഡിൻ്റെ ഒരു ഫീലിലാണ് ആക്ച്വലി വന്നിരിക്കുന്നത്. നമ്മൾ അതിനകത്ത് ക്ലോസറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വെഫ്റ്റിയാൻസ് മാത്രമാണ് അതിനകത്ത് ആ ഒരു കളേർഡ് ആയിട്ടുള്ള പാറ്റേണിൽ വരുന്നത്. ബാക്കി ഒരു ടിഷ്യൂ ആ ഒരു കളർ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡൻ ടിഷ്യൂവിൻ്റെ ഒരു കോമ്പിനേഷനാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഇറ്റ്സ് എ പ്രിറ്റി കളർ. നല്ല രസമുള്ള ഒരു കോമ്പിനേഷനാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ബ്രൗൺ ടോണിൽ വരുന്ന യാണും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഗോൾഡും ബ്രൗണും ആ ഒരു വയലറ്റിൻ്റെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഫസ്റ്റ് സാരിയുടെ ലുക്ക് വരുന്നത്. പക്ഷേ പ്രോമിനൻ്റ് ആയിട്ട് നമുക്ക് ആ ഒരു വയലറ്റ് ടോൺ കാണാൻ പറ്റത്തില്ല കേട്ടോ. അതൊരു സട്ടിലായിട്ടുള്ള ഒരു ലൈറ്റ് അടിക്കുമ്പോൾ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ലുക്കാണ്. നല്ല രസമുള്ള കളേഴ്സാണ് എല്ലാം. അപ്പോൾ നമുക്ക് ഓരോ കളേഴ്സായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ആൻഡ് ദിസ് ഇസ് ഓൺലി 1499. അപ്പോൾ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ ഓർഗൻസ വീവിങ് പാറ്റേണിലാണ് ഇത് വരുന്നത്. ആൻഡ് ഇതിൻ്റെ പല്ലും ബ്ലൗസും ഒരേപോലെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് ദി പല്ലു. ഡയഗണൽ വീവ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന പല്ലുവും ബ്ലൗസും അതേപോലെ തന്നെ ആ ഒരു ഡയഗണൽ വീവിങ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ലൈക്ക് പിങ്ക് ടിഷ്യൂ. ഇത് സെറി തന്നെയാണ് ഫുള്ള് വരണം. ഇതിനകത്ത് നമുക്ക് യാൺ എന്ന് പറയുമ്പോൾ കോട്ടൺ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്ലെൻഡ് യാൺ അല്ല വന്നിരിക്കുന്നത്, ഫുൾ ടിഷ്യൂവിലാണ് വരുന്നത്. ഓർഗൻസ വീവിങ് സ്റ്റൈലിൻ്റെ അകത്ത് ഭയങ്കര ട്രാൻസ്പെറൻ്റ് അല്ല ബിക്കോസ് ഓഫ് ദി ഷൈൻ. അതിൻ്റെ ഒരു ക്ലോസിൽ നോക്കിയാൽ അതിൻ്റെ ഒരു വീവിങ് പാറ്റേൺ സ്മോൾ ലൈക്ക് എ ടെക്സ്ചർ, അതാണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. ഡയഗണലും പിന്നെ സ്ട്രെയിറ്റ് ടിഷ്യൂ ഫീലും കൂടെ വന്നിട്ടുള്ള ഒരു മിക്സിലാണ് അതിൻ്റെ ഒരു ബോർഡേഴ്സ് വന്നിരിക്കുന്നത്. ബോർഡേഴ്സ് കുറച്ച് പ്രോമിനൻ്റ് ആയിട്ടാണ് നമുക്കവിടെ കാണാൻ പറ്റുക. സോ ദിസ് ഇസ് ലൈക്ക് എ പിങ്ക് ഷെയ്ഡ്. ആൻഡ് ദെൻ വി ഹാവ് ഒരു യെല്ലോ ഗോൾഡൻ കോമ്പിനേഷനാണ് നെക്സ്റ്റ് വൺ.
വന്നിരിക്കുന്നത്. ഇതൊക്കെ റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആക്കിയിരിക്കുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. ദിസ് ഇസ് യെല്ലോ, സെയിം പാറ്റേൺ തന്നെയാണ്. ഞാൻ പിന്നെ ആ ഒരു കളർ ഡ്രേപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്കതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ചൊരു സ്റ്റിഫ് ഫീൽ വരുന്നതാണ് കേട്ടോ. സോ ഇറ്റ്സ് ബെറ്റർ ഇഫ് യു പ്രീ പ്ലീറ്റ് ചെയ്യുന്നതാണ് ഇതിനകത്ത് കുറച്ചും കൂടി കൺവീനിയൻറ്റ്. പെട്ടെന്ന് ഉടുക്കാനൊക്കെയുള്ള സുഖത്തിന് വേണ്ടിയിട്ട് പ്രീ പ്ലീറ്റ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ആൻഡ് ദെൻ വി ഹാവ് എ ലൈറ്റ് പീച്ചി ടോൺ. യെസ്, അതൊരു ലൈറ്റ് ഗോൾഡും സിൽവറിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ഇതാണ് അതിൻ്റെ പല്ലു. ആൻഡ് ദിസ് ഇസ് ദി ബ്ലൗസ് പീസ്. ഡയഗണലിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ് പീസാണ് എൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് ലൈക്ക് സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും കോമ്പിനേഷനാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കളർ ഇങ്ങനെ ഇരിക്കുന്നത്. നല്ലൊരു സഖി കളറാണ്. ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. നല്ല ഭംഗിയുള്ള കളർ, ക്ലാസി ടോണാണ് എപ്പോഴും. എനിക്ക് യെല്ലോ ഗോൾഡിനെക്കാട്ടിലും പൊതുവെ ആ ഒരു സിൽവർ ബനാറസിയുടെ കളേഴ്സ് വരത്തില്ലേ, സിൽവറും ഗോൾഡും കൂടെ ബ്ലെൻഡായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ദിസ് ഗ്രീൻ ഷെയ്ഡ്. എല്ലാം 1499 റേഞ്ചിൽ വന്നിരിക്കുന്ന ലുക്സാണ്. ദിസ് ഇസ് ദി ലാസ്റ്റ് ലുക്ക്. ലൈറ്റ് വെയ്റ്റ് ഓർഗൻസ സ്റ്റൈൽ ഇൻ ടിഷ്യൂ. കേസസിൻ്റെ കോഡിലാണ് വന്നിരിക്കുന്നത്. 105 വരെയുള്ള കോഡ്സിലാണത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. കുറച്ചൊരു അൺയൂഷ്വൽ കളറല്ലേ. നമ്മളെപ്പോഴും സിൽക്കി കോട്ടയ്ക്കകത്ത് വരുന്ന ഒരു ഫ്രഷ് പാലറ്റ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് പാലറ്റിൻ്റെ അകത്തുനിന്ന് ഒരു മീഡിയം ടോണിൽ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. ആ ഒരു ബർഗൻഡിയുടെയും വൈനിൻ്റെയും ഒക്കെ ഒരു ഇൻ ബിറ്റ്വീൻ ഷെയ്ഡ്. അധികം നമ്മൾ ഇങ്ങനെ ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ അധികം കാണുന്ന ഒരു കളേഴ്സ് അല്ല നമ്മളുടെ കളക്ഷൻ്റെ അകത്ത്. ആൻഡ് ഇത് നമുക്ക് ബൾക്ക് ഓർഡേഴ്സ് ഒക്കെ ചെയ്യണമെങ്കിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ്. അപ്പോൾ നമുക്ക് യൂഷ്വലി നമ്മൾ ബൾക്ക് നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചേരുന്ന ഒരു കളർ വേണം, അങ്ങനെ നമ്മൾ പ്രിഫറൻസ്. അതിനകത്ത് കൂടുതലും നമ്മൾ എപ്പോഴും കാണാറുള്ളത് മെറൂൺസോ അങ്ങനെയുള്ള മോഫ് ഷെയ്ഡ്സിലോട്ടൊക്കെ പോകാറുമുണ്ട്. ഈ ഒരു ടോൺ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുന്ന കളേഴ്സിൽ നിന്നൊരു വ്യത്യാസം എന്തായാലും കാണുകയും ചെയ്യും. അത് നല്ലൊരു പ്രൈസ് റേഞ്ചിലും ആൻഡ് പാറ്റേണും നല്ലൊരു സട്ടിൽ ലുക്കിൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറിയുടെ ലുക്കാണ് അതിനകത്ത് മെഷീനിൽ ചെയ്തെടുത്തേക്കുന്നത്. 1899 റേഞ്ചിൽ വന്നിരിക്കുന്ന വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരി. അതും കൂടി നമ്മൾ നോക്കണമല്ലോ. നമുക്ക് ഒന്നും കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സാരി ഉടുക്കാനുള്ള കംഫർട്ട് ഡെഫിനറ്റ് ആയിട്ടും ഉണ്ട്. മെറ്റീരിയലും വളരെ ലൈറ്റ് വെയ്റ്റും ഉടുക്കാൻ വളരെ കംഫർട്ടബിളും ആയിട്ടുള്ള മെറ്റീരിയൽ. എന്ന് വെച്ചാൽ നമുക്ക് പ്ലീറ്റൊക്കെ എടുത്തു കഴിഞ്ഞാലും എഫേർട്ട്ലെസ് ആയിട്ട് ഉടുക്കാൻ പറ്റുന്നത്. പിന്നെ അടുക്കി കുത്തി ഉടുക്കേണ്ടവർ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനാണെങ്കിലും നല്ലതാണ്. ഇതിപ്പം നമ്മൾ അടുക്കി കുത്തിയിട്ട് ഉള്ളൊരു പ്ലീറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഉടുക്കാം. കാഷ്വൽ പ്ലീറ്റ് ഇടാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയിൽ നമുക്ക് ആ എംബ്രോയിഡറി ഒന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് അതിനകത്ത് റോങ് സൈഡിൽ കാണുന്ന എന്ന് വെച്ചാൽ എക്സ്ട്രാ ത്രെഡ്സോ അല്ലെങ്കിൽ എംബ്രോയിഡറിയുടെ റോങ് സൈഡ് കാണുമ്പോൾ വരുന്ന വൃത്തികേടുകളോ അങ്ങനെയൊന്നും ഇതിനകത്ത് വരത്തുമില്ല. അങ്ങനെ നോക്കുമ്പോഴും എല്ലാ രീതിയിലും ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയുമാണ്. ആൻഡ് ട്രാൻസ്പെറൻസി നമുക്ക് ലൈറ്റ് വീവിങ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ട്രാൻസ്പെറൻസി എനിക്ക് ആക്ച്വലി ഉടുത്തിട്ട് അധികം ഫീൽ ചെയ്യുന്നില്ല. കളറിൻ്റെയും കൂടി പ്രത്യേകതയാണ് കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ അതൊരു വൈറ്റ് ടോണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്കതൊന്ന് ഈ സെയിം മെറ്റീരിയൽ ചിലപ്പോൾ ഒന്നും കൂടി ഒന്ന് ട്രാൻസ്പെറൻറ്റ് ഫീൽ ചിലപ്പോൾ വന്നെന്നിരിക്കും. പക്ഷെ ഇതിനകത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. NHHൻ്റെ കോഡിലാണ് വന്നിരിക്കുന്നത്. സിൽക്കി കോട്ട മെറ്റീരിയലിൽ നമുക്കതിനൊരു ടസർ ലൈക്ക് ഫിനിഷിങ്, നമ്മുടെ ടസർ കോട്ടയിലൊക്കെ വരുന്ന പോലത്തെ ഉള്ള ഒരു സർഫസ് ഫിനിഷിങ് ഉണ്ട്. അപ്പം ഇറ്റ്സ് ബെറ്റർ ടു ഡ്രൈ ക്ലീൻ. ആ ഒരു പ്രോഡക്റ്റിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സും ഡ്യൂറബിലിറ്റിക്കും വേണ്ടിയിട്ട് നമുക്കൊന്ന് ഡ്രൈ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ലുക്കാണ് NHH 466.